പ്ലസ് വൺ ഫിസിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ഈസ്. ലേസറിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നെയിം സം ഇന്ത്യൻ ഫിസിസിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഇന്ത്യക്കാരായിട്ടുള്ള ഫിസിസ്റ്റുകളുടെ പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളും. എം എൻ സാഹ, തെർമൽ അയണൈസേഷൻ. എസ് എൻ ബോസ്, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ജെ സി ബോസ്, അൾട്രാ ഷോർട്ട് റേഡിയോ വേവ്സ്. എച്ച് എ ബാബ, കാസ്കേഡ് പ്രോസസ് ഓഫ് കോസ്മിക് റേഡിയേഷൻ. എസ് ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ ലിമിറ്റ് and evolution of stars. What is meant by scientific method? Name the steps involving in scientific method. Scientific method എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? Scientific method is a procedure followed in all basic scientific work. സയൻറ്റിഫിക് വർക്കുകളിൽ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് പറയുന്ന പേരാണ് സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. നമ്പർ 1, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നമ്പർ 2, controlled experiments. Number 3, qualitative and quantitative reasoning, making models, theoretical predictions, verification of theory, and the last one, modification of theory if any. ഇതാണ് സയൻറ്റിഫിക് മെത്തേഡിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. Give 2 dissimilarities between gravitational force and electromagnetic force. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള 2 ഡിസിമിലാരിറ്റീസ്. Gravitational force is always attractive, but electromagnetic force may be attractive or repulsive. Gravitational force attractive ആണ്, എന്നാൽ electromagnetic force attractive ആവും repulsive ആവും. Strength of electromagnetic force is very large compared to the strength of gravitational force. Gravitational forceന്റെ strength വളരെ കുറവാണ്, അതിനെ അപേക്ഷിച്ച് electromagnetic forceന്റെ strength very large ആണ്. Write examples of a conserved physical quantity. Conserved physical quantitiesന്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, എനർജി, ചാർജ്, മാസ്, പാരിറ്റി. The ratio of electrostatic force and gravitational force between 2 protons is. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും, പ്രോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 10⁻⁻19, 10⁻⁹, 10⁻36, 10⁻⁻36. ആൻസർ 10⁻36 ആണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ലഭിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഇയറിലെ സിലബസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. FE, അതായത് ഫോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് ഞാനിവിടെ FE എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ FG എന്ന് പറയുന്നത് ഫോട്ടോണുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ചാർജുകൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണപ്പെടുന്നത്. മാസുകൾക്കിടയിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണപ്പെടുന്നത്. അപ്പോൾ FE എന്ന് പറയുന്നത് ചാർജുകൾക്കിടയിൽ കാണുന്ന ഫോഴ്സാണ്. FG എന്ന് പറയുന്നത് മാസുകൾക്കിടയിൽ കാണപ്പെടുന്ന ഫോഴ്സാണ്. ഇപ്പോൾ നോക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ, അതായത് 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് കൂളംസ് ലോ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ ആണ്. അത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പം 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് കൂളംസ് ലോ ആണ്. 2 മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്.
മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് കാണാൻ ഗ്രാവിറ്റേഷൻ ലോ ഉപയോഗിക്കുന്നു. ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കാണാനായിട്ട് കൂളംസ് ലോ ഉപയോഗിക്കുന്നു. കൂളംസ് ലോ അനുസരിച്ച് രണ്ട് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ക്യൂ എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. ക്യൂവിന് എന്ന് പറയുന്നത് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ്. പ്രോട്ടോണുകൾക്കിടയിലുള്ള ചാർജ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യൂ പി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കാണാനായിട്ട് കൂളംസ് ലോ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ക്യൂ പി ഇൻറ്റു ക്യൂ പി ചാർജ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആ പ്രോട്ടോണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അതാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇവിടെ കെയുടെ വാല്യൂ 9 × 10⁹ ആണ്. കെയുടെ വാല്യൂ 9 × 10⁹ ആണ്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19. അപ്പോൾ ക്യൂ പി എന്ന് വന്നിട്ടുള്ളതുകൊണ്ടാണ് അവിടെ അതിൻ്റെ സ്ക്വയർ വന്നിരിക്കുന്നു. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇനി അതുപോലെ തന്നെ രണ്ട് മാസുകൾ, അതായത് പ്രോട്ടോണിൻ്റെ മാസാണ് എം പി എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ മാസുകൾക്കിടയിലുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു ജി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ജി ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രോട്ടോൺസ്. അപ്പോൾ നമുക്കിവിടെ ജിയുടെ വാല്യൂ, ജി കോൺസ്റ്റന്റ് ആണ്, ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 ആണ്. അതുപോലെ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻⁻27 ആണ്. അപ്പോൾ എം പി എന്ന് വന്നിട്ടുള്ളതുകൊണ്ട് അവിടെ ആ വാല്യൂവിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് വരും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എഫ് ഇ ഡിവൈഡ് ബൈ എഫ് ജി, എഫ് ഇ ഡിവൈഡഡ് ബൈ എഫ് ജി. ഇനി ഈ ടേംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് 9 × 10⁻9 ഇൻറ്റു 1.6 × 10⁻⁻19 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6.67 × 10⁻11 ഇൻറ്റു 1.67 × 10⁻⁻27 ഹോൾ സ്ക്വയർ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.23 × 10⁻36 എന്ന് ലഭിക്കും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.23 × 10⁻36 എന്ന് ലഭിക്കും. അതാണ് ഇവിടെ 10⁻36 എന്ന ആൻസർ കിട്ടാൻ കാരണം. Next question. Einstein was awarded Nobel Prize for the theory of relativity. State true or false. ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിച്ചത് തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. ശരിയാണോ തെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. ഫാൾസ് ആണ്. ഐൻസ്റ്റീന് നോബൽ പ്രൈസ് ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ്. ഐൻസ്റ്റീൻ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഹൗ ഡു സയൻസ് ആൻഡ് ടെക്നോളജി ഡിഫർ. സയൻസും ടെക്നോളജിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് തിയറീസ് ബിഹൈൻഡ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനോമിനന് പിന്നിലുള്ള തിയറി എന്താണെന്നാണ് സയൻസ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് ആ ഒരു ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നിലുള്ള തിയറി എന്താണെന്നുള്ള പഠനമാണ് സയൻസിൻ്റെ അകത്ത് വരുന്നത്. ഈ തിയറി എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ടെക്നോളജിയിൽ പറയുന്നത്. സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് തിയറീസ് ബിഹൈൻഡ് സംതിങ്. ടെക്നോളജി ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തിയറി ടു എനി യൂസ്ഫുൾ തിങ്. ഈ തിയറി എങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതാണ് ടെക്നോളജി പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരാണ് തന്നിരിക്കുന്നത്. ന്യൂട്ടൺ, ചാഡ്വിക്, ജെ തോംസൺ, റൂദർഫോർഡ്, CV രാമൻ, ഹൈജീൻസ്. അതുപോലെ തന്നെ ചില കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ, സ്കാറ്ററിംഗ്, വേവ് തിയറി, ന്യൂട്രോൺ, ഗ്രാവിറ്റേഷൻ, ആറ്റം മോഡൽ. അപ്പം ഏത് സയൻറ്റിസ്റ്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ന്യൂട്ടൺ ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ന്യൂട്ടൺ ഗ്രാവിറ്റേഷനുമായിട്ടാണ്. ചാഡ്വിക്
ജെ തോംസൺ ഇലക്ട്രോൺ, റൂദർഫോർഡ് ആറ്റം മോഡൽ, സി.വി. രാമൻ സ്കാറ്ററിംഗ്, ഹൈജീൻസ് വേവ് തിയറി. ടോപ്പിക്കുകളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.